Dear students, today we are going to discuss about principle of induction. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ അതൊന്ന് ഫോർമലായിട്ട് പറയാൻ പോകുന്നതെന്ന് മാത്രം. നിങ്ങളെല്ലാവരും പല പ്രൂഫിലും ഇൻഡക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ ഒരു വേർഷൻ, ഫോർമലായിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് നോക്കാം. പല വേർഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വേർഷൻ നോക്കാം. ഇത് പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് ക്യൂ ഈസ് എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ഇൻറ്റിജേഴ്സും വരണം എന്നില്ല, ഏതോ ഒരു സെറ്റ് നമ്മൾ എടുക്കുന്നു, അതിൻ്റെ അകത്ത് വരുന്നതെല്ലാം ഇൻറ്റിജേഴ്സാണ്. ക്ലിയർ അല്ലേ? ക്യൂ ഈസ് എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് സച്ച് ദാറ്റ്. അപ്പോൾ ആ ക്യൂവിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പം രണ്ട് പ്രോപ്പർട്ടീസ് ക്യൂവിന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ബിലോങ്സ് ടു ക്യൂ. അതായത് 1 എന്ന് പറയുന്ന ഇൻറ്റിജർ ക്യൂവിനകത്ത് ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് n ബിലോങ്സ് ടു ക്യൂ ആണെന്ന് വിചാരിക്കുക. അതായത് n എന്ന് പറയുന്ന ഇൻറ്റിജർ ക്യൂവിനകത്ത് ഉണ്ടെങ്കിൽ ഈ n+1 എന്ന് പറയുന്ന ഇൻറ്റിജറും എവിടെ കാണും? ക്യൂവിനകത്ത് തന്നെ കാണും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസാണ് ക്യൂവിനുള്ളത്. ക്യൂ എന്ന് പറയുന്നത് കുറേ ഇൻറ്റിജേഴ്സിൻ്റെ ഒരു സെറ്റാണ്. ഈ സെറ്റിൻ്റെ പ്രത്യേകത 1 എന്ന് പറയുന്ന ഇൻറ്റിജർ ആ സെറ്റിനകത്ത് കാണും. രണ്ടാമത്തെ പ്രത്യേകത n എന്ന് പറയുന്ന ഇൻറ്റിജർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും n+1 എന്ന് പറയുന്ന ഇൻറ്റിജറും കാണും. ഓക്കെ, ഈ രണ്ട് പ്രോപ്പർട്ടീസും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കണ്ടീഷൻ ഇതാണ്: ദെൻ ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബിലോങ് ടു ക്യൂ. ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബിലോങ് ടു ക്യൂ. 1നേക്കാൾ വലിയ എല്ലാ ഇൻറ്റിജേഴ്സും ക്യൂവിനകത്ത് ഉണ്ടാവും. അത് ക്ലിയർ അല്ലേ? കാരണം നമ്മുടെ പ്രോപ്പർട്ടി 1 പറയുന്നത് എന്താണ്? 1 ബിലോങ്സ് ടു ക്യൂ എന്ന്. സെക്കൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് പറയുന്നത് എന്താണ്? n ക്യൂവിനകത്തുണ്ടെങ്കിൽ n+1ഉം ക്യൂവിനകത്തുണ്ട്. അതായത് 1+1ഉം ക്യൂവിനകത്തുണ്ട്. സോ 2ഉം എന്തിനകത്തുണ്ടെന്ന് കിട്ടും? ക്യൂവിനകത്തുണ്ടെന്ന് കിട്ടും. ഇനി വീണ്ടും 2+1 ആയ 3ഉം എവിടെ ഉണ്ടാവും? ക്യൂവിനകത്ത് ഉണ്ടാവും. ഇനി 3+1 ആയ 4ഉം എവിടെ കാണും? ക്യൂവിനകത്ത് കാണും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് പറയാം? 1നേക്കാളും വലിയ എല്ലാ ഇൻറ്റിജേഴ്സും ക്യൂയുടെ അകത്ത് ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇതാണ് ഒരു വേർഷൻ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ്റെ ഒരു വേർഷൻ. അപ്പോൾ ഇത് മാത്രമല്ല, വേറെയും പല വേർഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ രണ്ടാമതൊരു നോട്ടായിട്ട് എഴുതിയേക്കുന്നത്. ദർ ആർ മെനി അതർ ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ. ഫോർ എക്സാമ്പിൾ വേറൊരു ഓൾട്ടർനേറ്റ് വേർഷൻ പറയുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പല രീതിയിൽ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഓരോ പ്രൂഫിലും ചിലപ്പോൾ ഓരോ തരത്തിലായിരിക്കും ഹൈപ്പോത്തസിസ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് പല രീതിയിൽ തരുമ്പോഴും നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ടാണ് വേറൊരു വേർഷൻ തരുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ ഇങ്ങനെയാണ്. അതായത് ഇതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് പറയുന്നത്. രണ്ടാമത്തെ വേർഷൻ എന്താണെന്ന് വെച്ചാൽ, ഇഫ് ക്യൂ ഈസ് എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോഴും ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. സച്ച് ദാറ്റ്, ഇവിടെ പറയുന്ന കണ്ടീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് 1 ബിലോങ്സ് ടു ക്യൂ എന്നല്ലേ, അതിന് പകരം ഇവിടെ പറയുന്ന കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ k ബിലോങ്സ് ടു ക്യൂ എന്നാണ്. അതായത് ഏതോ ഒരു ഇൻറ്റിജർ k ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് 1 മുതൽ n വരെ ക്യൂവിനകത്തുണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ ആണോ? 1 മുതൽ n വരെയുള്ള എല്ലാ ഇൻറ്റിജേഴ്സും ക്യൂവിനകത്തുണ്ടെങ്കിൽ അതെന്ത് ഇംപ്ലൈ ചെയ്യുന്നു? n+1ഉം ക്യൂവിനകത്തുണ്ടെന്ന് ഇംപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ k ബിലോങ്സ് ടു ക്യൂ. രണ്ടാമത്തെ കണ്ടീഷൻ 1 മുതൽ n വരെയുള്ള ഇൻറ്റിജേഴ്സ് ക്യൂവിനകത്തുണ്ടെങ്കിൽ n+1ഉം ക്യൂവിനകത്തുണ്ട്. ഈ രണ്ട് കണ്ടീഷനാണ് ക്യൂവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ബിലോങ്സ് ടു ക്യൂ. അതായത് k മുതലുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എവിടെ കാണും? ക്യൂവിനകത്ത് കാണും. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബിലോങ് ടു ക്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? 1 ബിലോങ്സ് ടു ക്യൂ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ k ബിലോങ്സ് ടു ക്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഓൾ ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ബിലോങ് ടു ക്യൂ. അപ്പോൾ ഇത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ്റെ ഓൾട്ടർനേറ്റ് ഫോമാണ്.
അടുത്തത് വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതും നമുക്ക് പല പ്രൂഫിനകത്തും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇഫ് എ ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. നേരത്തെ നമ്മൾ ക്യൂവിനെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷനിൽ പറഞ്ഞത് ക്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്നേ പറഞ്ഞുള്ളൂ. അതിനകത്ത് ഏത് ഇൻറ്റിജേഴ്സ് വേണമെങ്കിലും വരാം, നെഗറ്റീവ് വരാം, 0 വരാം, പോസിറ്റീവ് വരാം, ഏത് ഇൻറ്റിജേഴ്സ് വേണമെങ്കിലും വരാം. പക്ഷെ വെൽ ഓർഡറിങ് പ്രിൻസിപ്പിളിൽ എടുക്കുന്ന എയ്ക്കകത്ത് ഏത് മാത്രമേ ഉള്ളൂ? അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു, അതിൻ്റെ അകത്ത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എ എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ ഉള്ളൂ. ദെൻ എ കണ്ടെയ്ൻസ് എ സ്മോളസ്റ്റ് എലമെൻറ്റ്. അതായത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ മാത്രം ഒരു സെറ്റ് എടുത്താൽ അതിനകത്ത് ഏറ്റവും ചെറിയ എലമെൻറ്റ് നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു എലമെൻറ്റ് എപ്പോഴും അവിടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതേസമയം നമ്മളിപ്പം പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ മാത്രമല്ലാത്ത ഒരു കളക്ഷൻ എടുത്താൽ അതിനകത്ത് ഉണ്ടാവണം എന്നില്ല. ക്ലിയർ ആണോ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് എടുക്കുക. സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, അതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ അകത്ത് ഈ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷൻ എടുക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത്? -1, -2, -3 എക്സെട്ര അങ്ങനെ അങ്ങ് പോകും അല്ലേ? അപ്പോൾ ഇത് സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇതിനകത്ത് ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ എലമെൻറ്റ് ചെറുതാവുന്ന എപ്പോഴാണ്? അങ്ങോട്ട് ഈ വാല്യൂ വലുതായി വരും തോറുക. കാരണം ഇത് നെഗറ്റീവ് സൈൻ അല്ലേ. അപ്പോൾ ഈ എലമെൻറ്റ് ചെറുതാവുന്നത് ഈ കൂടെ ഉള്ളതിൻ്റെ വാല്യൂ, നെഗറ്റീവിന് ശേഷം വരുന്ന വാല്യൂ വലുതായി വരുമ്പോഴാണ് അതങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോവുമല്ലേ. അപ്പോൾ നമുക്ക് അവിടെ സ്മോളസ്റ്റ് എലമെൻറ്റ് പറയാൻ സാധിക്കില്ല. അതേസമയം പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ മാത്രം കളക്ഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2, 4, 6 എക്സെട്ര. ഇതിനകത്ത് ഏറ്റവും ചെറിയ എലമെൻറ്റ് നമുക്ക് പറയാൻ പറ്റും, ഏതാണ്? 2. അതുപോലെ സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് എടുക്കുക. സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 1, 3, 5 അങ്ങനെ അങ്ങ് പോവുമല്ലേ. അതിനകത്തും നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതാണ്? 1 ആണ്. ഇനി അല്ല, ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് എടുക്കുവാണ്. അതായത് 2, 10, 25 ഈ 3 സെറ്റ് മാത്രം എടുക്കുക. ഇതിനകത്തും ചെറിയ എലമെൻറ്റ് ഏതാണ്? 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഫൈനൈറ്റോ ഇൻഫൈനൈറ്റോ ആയിട്ടുള്ള സെറ്റ് ആയിക്കോട്ടെ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ മാത്രം ഒരു സെറ്റ് എടുത്താൽ അതിനകത്ത് എപ്പോഴും ഒരു സ്മോളസ്റ്റ് എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് വെൽ ഓർഡറിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? Okay, thank you.